സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ നവതി സംസ്ഥാനത്ത് വിപുലമായി ആഘോഷിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. നവതി ആഘോഷത്തിന്റെ പത്തനംതിട്ടയിലെ സംഘാടക സമിതിക്ക് സർക്കാർ 10 ലക്ഷം രൂപ അനുവദിച്ചെന്നും സജി ചെറിയാൻ അറിയിച്ചു. കോഴഞ്ചേരിയിൽ പ്രസംഗത്തിന്റെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സജി ചെറിയാൻ. അധികാരത്തിന്റെ പുറംവാതിലിൽ പോലും എത്താൻ കഴിയാത്ത ഒരു ജനവിഭാഗത്തിൽ നിന്ന് അധികാരത്തിന്റെ മുൻനിരയിലേക്കെത്തിയ പ്രമുഖനാണ് സി കേശവനെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. എല്ലാ സകല ജാതി മാടമ്പിമാരുടെയും ശക്തി കേന്ദ്രമായ കോഴഞ്ചേരിയിൽ നട്ടലുയർത്തി അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്കു വേണ്ടി ധീരമായ ഒരു ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടത്താൻ സി കേശവന് കഴിഞ്ഞെങ്കിൽ കേരളം, ലോകം അദ്ദേഹത്തെ ആരാധിക്കുന്ന തലത്തിലേക്ക് ഈ ക്യാമ്പയിൻ ഉയർത്തിപ്പിടിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. തല എം.എൽ.എയും സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായ വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിവർത്തന പ്രക്ഷോഭം സർക്കാർ ജോലികൾ ഈഴവ സമുദായത്തിലുള്ള സഹോദരങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്കും ലഭ്യമാകുന്നതിന് വേണ്ടി, സംവരണത്തിനു വേണ്ടി വലിയ രീതിയിലുള്ള ആശയവിനിമയങ്ങളും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. അന്നാണ് യശശരീരനായിട്ടുള്ള സി കേശവൻ അദ്ദേഹം കോഴഞ്ചേരിയിൽ നടത്തിയ പ്രസംഗം അടിസ്ഥാനപരമായി അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിനാണ് കോഴഞ്ചേരിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ചടങ്ങിൽ മുൻ എം.എൽ.എമാരായ കെ.സി. രാജഗോപാൽ, എ. പത്മകുമാർ, CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം, SNDP യൂണിയൻ കോഴഞ്ചേരി പ്രസിഡന്റ് മോഹനൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.